കള്ളനെ പിടിക്കണം എന്ന് പറഞ്ഞ് എല്ലാരും കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. അതിനെ നിങ്ങൾ വാടക മേടിക്കുന്നിടത്തോളം കാലം കള്ളം കയറാൻ നോക്കേണ്ട ചുമതല നിങ്ങൾക്കാ. അങ്ങനെ എന്നെ മാത്രം ഭാരം ഏൽപ്പിക്കണ്ട. ഇന്ന് രാത്രി മുതൽ നമുക്ക് എല്ലാവർക്കും കൂടി കാത്തിരിക്കാം. എന്താ? ഞങ്ങൾ ready. താഴെ പോയി വണ്ടി എടുത്തുണ്ട് ചാടാൻ പറഞ്ഞാ പണ്ടാറങ്ങാട്ട് നട കളവന്തയിലെ ഗേറ്റ് പടച്ചിട്ട് പോയി. എനിക്ക് അയാളാ വലിയ വായും തുറന്നു കൂർക്കം വലിച്ച് ഉറങ്ങായിരിക്കും. വിളിച്ചാലോ? വിളിക്കുന്നതിലും ഭേദം ഇതങ്ങ് പൊളിച്ചാലോ? അത് വേണോടാ. എന്നാ പിന്നെ മതിൽ ചാടാം. അത്രയ്ക്ക് വൃത്തിയോട് വേണോ? വേണ്ടി വരും ഇവിടെയൊക്കെ. വേണം. ചെറുപ്പക്കാരായ കുറച്ച് ത്രില്ലൊക്കെ വേണം. ത്രില്ല് നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വരണ്ട. കൊമോൺ. ഞാൻ ഒന്ന് കേറിക്കോട്ടെ. വീടാ കാല് വെക്കുന്നുണ്ടോ? കൈ വെക്കില്ല. കൈ വെക്കുന്നിടത്ത് കാല് വെക്കാൻ ശബ്ദം കേട്ടല്ലോ. എന്റെ അച്ഛൻ താഴെയുണ്ട്. ഇന്ന് അവനെ ശരിയാക്കണം. ഇല്ല വിടണ്ടടി, പിടിച്ചോ. പാതരാത്രി ആയാലും കിടന്നുറങ്ങൂല. ഇപ്പൊ എവിടെ കയറി വിളിക്കും ഞാനോ? കേട്ടല്ലോ. അതെ നോക്കാം. ഇവിടെ കാണില്ല. നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയേ. അങ്ങോട്ട് പോയി നോക്കണോ? ഭയങ്കര വീട്ടാണല്ലോ. പാത്രത്തിന്റെ വെയിറ്റാണ്. മിണ്ടായിരിക്കട കഴിവ്. ഇങ്ങോട്ട് വാടോട്ടിരിക്കും. എടുത്തിടാതെ ഊര് താളം പിടിക്കാതെ അങ്ങോട്ട് ഊര്. കാലി വലിക്കാതെ കാലി സ്വർഗം കണ്ട് കൊറേ നേരം ആയല്ലോ ചിരി തുടങ്ങിയിട്ട്. കാര്യം എന്താ വെച്ചാ പറ. ഞാൻ ഇവിടെ ചിരിക്കട്ടെ. നിന്റെ സൗന്ദര്യം ശരീരത്തിന് നിങ്ങളുടെ അത്രയും വണ്ണമില്ലെങ്കിലും മുഖത്തിന് നിങ്ങളെക്കാളും സൗന്ദര്യമുണ്ട്. നിന്റെ വാപ്പയ്ക്ക് ഇത്രയും സൗന്ദര്യം. ഞങ്ങൾ പാരമ്പര്യമായിട്ട് സൗന്ദര്യമുള്ളവരായിരുന്നു. അതെ അതെ, സുസ്മിത സെന്നിനെ പോലെയുണ്ട്. ആ കണ്ണാടി എടുത്ത് കാണിച്ചു കൊടു. കണ്ണാടി നോക്കണാണ്. കാര്യമൊക്കെ കൊള്ളാം. ഗുരുജി വിവരാങ്ങാൻ അറിഞ്ഞ ആ നിമിഷം നീ പുറത്താ. കാണാം. എന്തോന്ന്? ഗുരുജി കരാട്ടെ സെമിനാർ കഴിഞ്ഞു വരുമ്പം നിന്നെ എല്ലാം ഇവിടെ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടാം. പഴയ വല്ല സാധനങ്ങളുണ്ടല്ലോ. ഉണ്ടല്ലോ. വാ വാ, ഒരു കോളത്തിട്ടുണ്ട്. വില തന്നില്ലെങ്കിൽ സാരമില്ല, തല ഒഴിച്ച് തന്നാ മതി. കൂടുതലുണ്ടോ? കൂടുതലൊന്നുമില്ല, ഒരേ ഒരു ജോഡി. എന്നതാ സാധനം സാറേ? എടുത്തോണ്ട് വാ. ദേ ഇരിക്കുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ഓണറും ഭാര്യ. രണ്ടും പഴയ സാധനങ്ങളാ. ഇവിടെ ഭയങ്കര ശല്യം. എടുത്തോണ്ട് പോടാ. എടുത്തു.
എടാ സുധി, എടാ ഒന്ന് ഇങ്ങോട്ട് വന്നേടാ. ബെന്നി, ഞാനാടാ ഉസ്മാനാ. മോഹൻ. സോറി, ഞാൻ അറിയാതെയാണ് ചേച്ചി. ഇവൻ ചേച്ചി ഉപദ്രവിച്ച എന്താണ് നീ ഉപദ്രവിച്ചാളോ എന്താണ് പ്രശ്നം മദാമ്മ, അതാമാ സാരി ഉടുത്ത മദാമ്മ എവിടെ നമ്മുടെ ഫ്ലാറ്റിന് മുമ്പിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. മദാമയാണോ? ആ. എന്നാ എന്നെ അന്വേഷിച്ചു വന്നായിരിക്കും മദാമയ്ക്ക് ഇത്ര വിദ്യാഭ്യാസം എടാ കഴിഞ്ഞ മാസം കോവളം ബീച്ചിൽ വെച്ച് മീറ്റ് ചെയ്ത മദാമയായിരിക്കോ? അവർക്ക് നമ്മളെങ്ങനെ അറിയാം? അന്ന് ഞാൻ അഡ്രസ് കൊടുത്തിരുന്നു. ആ മദാമയാണ് ഈ മദാമയെങ്കിൽ ഇന്ന് മുഴുവൻ അവരുടെ ചെലവിൽ നമുക്ക് മേയാം. പിന്നെ മേനോട് സമ്മതിക്കൂ? എഞ്ഞു നോക്കാം. വാ. വാടാ. ഒന്ന് വേഗം പാടാ. ആരെ ഞാൻ കാണിച്ചു തരാം. എവിടെയാടാ മദാമ? ഇവിടെ നിന്നിരുന്നതാണല്ലോ, ഇതിപ്പോ എങ്ങോട്ട് പോയി? എവിടെ നിന്നിരുന്ന്? ഇവിടെ ഇവിടെ എവിടെ? നീ വല്ല സ്വപ്നം കണ്ടായിരിക്കും. എനിക്ക് കൈ തന്നതാണല്ലോ. കൈ തന്നു. ആ എന്നിട്ട് ആ കൈ എവിടെ? ഓടാ. ഇവിടെ ഉണ്ട്. എവിടെയാ? ഇതാണോടാ മദാമ? ഇതുവരെ നാടൻ ശങ്കര വിത്തായിരിക്കും. അച്ഛൻ പറങ്കി, അമ്മ നാടനും. കണ്ടിട്ട് ലേശം പെശകാണെന്നാ തോന്നുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? തുടങ്ങിയവൻ നമ്മളായിട്ട് ശ്രമിച്ചില്ല എന്ന് വേണ്ട. വാ, വാ. പിന്നൊരു കാര്യം, അവിടെ ഇവിടെ ഒളിഞ്ഞു നോക്കി സംഭവം കുളമാക്കരുത് കേട്ടോ. ആ കാര്യം ഇവനോട് പറഞ്ഞാൽ മതി. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. ഗുരു, ഞാൻ ഡീസന്റ് അല്ലേ? എന്റെ കാര്യം പറഞ്ഞു. ഇതെവിടെ നിന്ന്? ഇത് മോളുടെ പാവക്കുട്ടിയാ? പാവക്കുട്ടിയല്ല, കൊച്ചുവാവയാ. മോളുടെ പേരെന്തുവാ? മോൾ, മോളു. മോളുടെ മമ്മിയുടെ പേരെന്താ? നിനക്ക് മമ്മിയുടെ പേര് എന്നെ അറിയണോ അല്ലേ? അയ്യോ, അറിയാൻ വേണ്ടി ചോദിച്ചല്ല. വീട്ടിൽ വരുന്ന കുട്ടിയോട് എന്തെങ്കിലും ചോദിക്കണ്ടേന്ന് വെച്ച് ചോദിച്ചാണ്. അങ്ങനെ വീട്ടിൽ വരുന്നവരോട് എന്തെങ്കിലും ചോദിക്കണം ഒരു നിർബന്ധമില്ല. മോൾ അങ്കിൾമാരുടെ ഫ്ലാറ്റ് കാണാൻ വരുന്നോ? അകത്ത് വന്നാ മോക്കൊരു കുരങ്ങച്ചനെ കാണിച്ചു തരാം. മോള് കൊരങ്ങനെ കണ്ടിട്ടുണ്ടോ? അവൾ ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ. മോൾക്ക് കാണണോ? ഇവരുടെ കൂടെ ചെന്നാ കാണിച്ചു തരും. എടാ സുധി, ഒന്ന് കാണിച്ചു കൊടുത്തേ ആ കൊരങ്ങനെ. കാണാൻ വന്നതാ. എന്നെയാ? ആ, നിന്നെ തന്നെ. മക്കളിക്ക് വരീൻ. നിങ്ങളോട് ചാടാൻ പറ. എക്സ്ക്യൂസ് മീ. മോള് വാ. നല്ല മോളല്ലേ? എന്തോടെ ഒരുപാട് കൾച്ചറില്ലാത്ത പോലെ. ആനയ്ക്ക് വടിചാരിയതുപോലുള്ള നിപ്പ് കാണുമ്പം പ്രേമിക്കണ്ടെന്ന് തോന്നുന്നു. ഛേ, ഈ അനിത എന്താ അത്ര താമസിക്കുന്നത്? ഞാൻ പ്രേമിക്കാത്ത കാര്യം ഇതാണ്. എനിക്കിങ്ങനെ നിൽക്കാൻ നേരമില്ല. ഓ, നേരെ ഉണ്ടായിരുന്നെങ്കിൽ നീ അങ്ങ് പ്രേമിച്ച് തകർത്ത് കളഞ്ഞ. പെമ്പിള്ളേർ മുഴുവൻ നിന്നെ കാണാൻ ക്യൂ നിൽക്കില്ലേ? കണ്ടോ, അമിതാഭ് ബച്ചനെ പോലെ ഇരിക്കുന്നത്. ആണോ? ആണ്. പുള്ളിക്കാരന് എന്നെ പോലെ വണ്ണം കുറവല്ലേ? പക്ഷെ എന്റെ അത്ര പേഴ്സണാലിറ്റി വരുമോ? നിന്റെ അത്രയും പേഴ്സണാലിറ്റി കണ്ട ഒരു മനുഷ്യനെ പോലെ തോന്നുന്നു. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു തന്നെ എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കുമെന്ന്. ഇനി ജമ്മത്ത് നിന്നെയൊക്കെ ഹെൽപ്പ് ചെയ്യണ പരിപാടിയേ ഇല്ല. നിങ്ങളായി, നിങ്ങളുടെ പ്രേമമായി. ഞാൻ പോകുക. ഉസ്മാനെ പോരുത്. പോകും. ഓരോന്നാണ് പറഞ്ഞത്. പോകണോ? എന്നാ പോടാ. ക്ലിയർ ആയിട്ട് പറ. സോറി വിനോദ്, ഞാൻ അല്പം ലേറ്റായി. വരില്ലെന്ന് കരുതിയില്ലേ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല അല്ലേടാ? അതെ, പക്ഷേ കൂട്ടുകാരികൾ ആരെങ്കിലും കൂടെ കൊണ്ടുവരുമെന്ന് ഞാൻ കരുതി. ഞാനും. ഷീബയോ ബിൻസിയോ ആരെങ്കിലും കൂടെ കൊണ്ടുവന്നിട്ടായിരുന്നോ? അതിനെ ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. അതെന്ത്? പ്രദീപിന്റെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയില്ലേ? അയ്യോ, ഞാനിപ്പോ പഴയതുപോലെയല്ല, വളരെ ഡീസന്റ്. അയ്യേ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വാ പോവാം. ആശംസ നേരം. വിഷ് യു All the best. പോയില്ലടാ. ആഹാ, ഇതെന്തോന്ന് എടുക്കാം? ഞാൻ പോവാ. നീ കിടന്ന് പടക്കേടാ, അവള് വരാറാകുന്നേ ഉള്ളൂ. എടാ, സോഫി കൃത്യം 8:30 ബസ് സ്റ്റോപ്പിലെത്തും. 8:30 ബസ് വരും. ബസ്സിൽ കയറിയുണ്ടല്ലോ, ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. ഇനിയിപ്പോ ഏകദേശം പറയാനുള്ളത് ഡെയിലി ഒന്നും തന്നെയല്ലേ പറയുന്നത്. പിന്നൊരു കാര്യം, എന്നെ കൂടി കൊണ്ടുപോകുന്നത് നിനക്കൊരു പ്രശ്നമാകും. എന്തോ നടാ, നിന്നെക്കാൾ എനിക്ക് സൗന്ദര്യം കൂടുതലുള്ളത് കൊണ്ട് നിന്റെ ലവർ എന്നെ കയറി ലവ് ചെയ്താൽ ഞാൻ നിസ്സഹായനാകും. നീ ഇവന്റെ കാര്യം ഓർത്ത് പേടിക്കേ വേണ്ട. കാര്യം ഇവന്റെ മോന്താണ്ട പിന്നെ പട്ടി പോലും വെള്ളം കുടിക്കില്ല. ശരിയാ, എന്നെ കാണുമ്പോ നീ പലപ്പോഴും വെള്ളം കുടിക്കാതെ കിടക്കുന്ന ഞാൻ കാണും. മതി മതി. എടാ ഉസ്മാനെ, ഞങ്ങൾ പോവാ. നിക്ക് നിക്ക്, ഞാൻ റെഡി. എനിക്ക് പാന്റും കുപ്പായം ഒന്ന് കേറ്റിയാ മതി.
അല്ല നീ എങ്ങോട്ടാടാ? നിങ്ങൾ എങ്ങോട്ടാ? അങ്ങോട്ട് തന്നെ. ആ ഗുരു ഉച്ചക്കെത്തും. നല്ല ആഹാരം ഉണ്ടാക്കണം. ആര്? ഞാനാ? പിന്നെ ആര്? നീ ആരടാ? നീ കുറെ നാളായിട്ട് ഇവിടെ കിടന്ന് ഞാൻ പറയാം, ഇങ്ങോട്ട് വന്നു ഉസ്മാനെ. എടാ, ഈ കൂട്ടത്തില് നല്ല ടേസ്റ്റ് ആയിട്ട് ആഹാരം ഉണ്ടാക്കുന്നത് നീ മാത്രമല്ലേ ഉള്ളൂ. നീ അല്ലടാ ഞങ്ങളുടെ അന്നദാതാവ്. നിങ്ങൾ എല്ലാവരും കൂടെ ട്യൂബ് ലൈറ്റ് പോലുള്ള എന്റെ ഫ്യൂച്ചർ ഈ അടുക്കളയിലിട്ട് കരി പിടിപ്പിച്ച് കളയും. ഞാനൊരു പുകക്കുഴല് പോലെ കരി പിടിച്ച് എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തോളാം. പോരെ? മതിയല്ല? മതി. തിന്നോ? ഓടാ ട്യൂബിലൈറ്റ്. ആ സമയം ഒരുപാടായി. വാ, ബസ് പോയിട്ടുണ്ടാവൂടെ? ഒന്ന് വേഗം നടക്കാൻ. സമയം എത്രയായി? അളിയാ, സോഫിയ. എടാ, ഒന്ന് വാടാ. പെണ്ണിനെ കണ്ട ഓടി വാ. കാവാത്ത നടക്കും. കൂട്ടത്തിൽ മറ്റേ കുറിച്ചുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇത് പെശക പാർട്ടിയാണെന്ന്. എടാ, നിനക്ക് ഏത് പെണ്ണിനെ കണ്ടാലും പെശ കാണോ? എടാ, എവിടെന്നേലും മേടിച്ച് കിട്ടുന്ന കേട്ടോ. അവസാനം നീ നിന്റെ ഭാര്യയായിട്ട് പോകുമ്പോഴും നാട്ടുകാർ പറയും. അങ്ങനെ വിട്ടാ പറ്റില്ല. അവന്റെ ഞാൻ കെട്ടിയിട്ട് മാതിരി വരണുണ്ടല്ലോ. സൈഡ് തന്നെ, സൈഡ്. അയ്യോ അയ്യോ അത് പുലിവാലായ. അയ്യോ എന്റെ സാരി. ഞാൻ പോയി സാരി വാങ്ങിച്ചോണ്ട് വരാം. നിക്കണ അവിടെ. നിർത്താൻ പറ്റൂല. അഡ്രസ് ഒന്ന് അയച്ചു തരാം. ആരാ? രുചിയുണ്ടോ? ആ, എന്താ പ്രശ്നം? രുചി ഉണ്ടോടൂ? കാര്യം എന്താണെന്ന് വെച്ചാ പറ. നേരിട്ട് പറയാനുള്ളതാ. നേരിട്ട് പറയാൻ ആള് സ്ഥലത്ത് വേണ്ടേ? ആരാ? എന്താ കാര്യം? രുചിയില്ല പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങേർക്ക് കുറച്ച് കാശ് കിട്ടുന്ന കാര്യമായിരുന്നു. കാശോ? എന്താ കാര്യം? സൗത്തിലെ ഗോൾഡൻ ബാറേ ഈ ഇച്ചാന്റെ വകയാ. ഒരുപാട് കളിച്ച് കളഞ്ഞതാ മക്കളെ. ഇനി ഈ ബാറും കൂടെ ബാക്കിയുള്ളൂ. അതും കൂടെ പോയാ പിന്നെ മരിക്കേ വഴിയുള്ളൂ. അടിവല്ലോ തന്നെ അടിയാക്കാം. എന്താ ചേട്ടാ പ്രശ്നം? പ്രതാപം മുതലാളിയൊക്കെ കയറ്റിപ്പിടിച്ച ഇച്ചാനാ ബാറെടുത്തത്. ഇപ്പൊ അത് എങ്ങനെങ്കിലും കൈക്കലാക്കണമെന്നുള്ള വാശിയില്ല മുതലാളി. നല്ല കച്ചവടമുള്ള സമയത്ത് അവരവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കും. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അടിച്ചു തകർത്തതേ 2 ലക്ഷത്തിന്റെ ലിക്കറാ. ബഹളം പേടിച്ച് ഇപ്പൊ ആരും അങ്ങോട്ട് വരാറില്ല. അപ്പോഴാ ഗുരുജിയെ കുറിച്ച് അറിഞ്ഞത്. എങ്കിൽ പിന്നെ അതും കൂടി ഒന്ന് നോക്കാന്ന് കരുതി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ പോവാൻ പറ്റേ? ഞാൻ സോൾവ് ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ. ഇനി ഒന്ന് സംഘടനം എന്നൊക്കെ പറയുമ്പോ ശല്യം ചെയ്യടേ. അച്ഛന്റെ ബാറിലെ ഗുണ്ടാഴ്ച നിർത്തുന്നാ പോരെ? അതോ ഇനി ഗുരുജി എന്നെ നേരിട്ട് ഇടപെടണമെന്നുണ്ടോ? ഗുരുജി നേരിട്ട് വരണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വിചാരിച്ച അല്ല, വിചാരിക്കലും നടപ്പിലാക്കലും ഒക്കെ ഞങ്ങൾ ചെയ്തോളാം. അതിനെന്താണെന്ന് തന്നാ മതി. ചേട്ടോ, വെടി പൊട്ടിയാ പോരെ? അതല്ല, പുക കണ്ടാലേ വിശ്വസിക്കത്തുള്ളോ? അല്ല അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എത്ര വേണം? ഇപ്പൊ തൽക്കാലം കുറച്ചെന്തെങ്കിലും തന്നാ മതി. ബാക്കി സംഗതി കഴിഞ്ഞിട്ട്. പിന്നെ ഒരു കാര്യം, ഇനി അവന്മാരുടെ തല്ലുകൊണ്ട് ഞങ്ങളാണ് ഓടുന്നതെങ്കിലും കാശ് തരാതിരിക്കണ്ടോ? ചുമ്മാ ഇപ്പൊ ഇതിരിക്കട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. ചേട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. ബാക്കി പ്രശ്നം ഞാൻ സോൾവ് ചെയ്തോളാം. നമ്മള് അങ്ങനെ പറ. അയ്യേ എന്തിന്? ആ തുണി എടുത്ത് കൊടുക്ക്. നീയല്ലേ ഉടുത്തിരിക്കണോടാ? ഉടുത്തോന്ന്. ആ കഴിഞ്ഞു. നാണമില്ലല്ലോ ഇത്രയും പ്രായമായിട്ട് ഈ നിക്കറിട്ടോണ്ട് നടക്കാൻ. കനകം, ഇതാ ഇപ്പോഴത്തെ ഫാഷൻ. എന്ത് പറ്റി കനകം? 2 ദിവസം കണ്ടില്ലല്ലോ. ഇന്നുകൂടെ കണ്ടില്ലായിരുന്നു. ഞാൻ വീട്ടിലോട്ട് വരുമായിരുന്നു. പാല് കൊണ്ടുവരാൻ പറ്റത്തില്ല. അവര് നേരത്തെ പറയണ്ട എന്റെ കനകം. അതെ, ചിലപ്പോ അത് നേരത്തെ പറയാൻ പറ്റുന്നവരില്ല. എന്തു പറ്റി? സുഖമില്ലായിരുന്നു. ആ സുഖമില്ലായിരുന്നു. എനിക്കത് കണ്ടപ്പോഴേ തോന്നി ശരീരം ആകെപ്പാടെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. എന്ത് അസുഖമായിരുന്നു? എനിക്കല്ല, പിന്നെ? പശുവിനായിരുന്നു അസുഖം. പശുവിനായിരുന്ന? പശുവിന് മാത്രമല്ല, ഈ സഹോദരന് അല്പം അസുഖം ഉണ്ടെന്ന് എനിക്കറിയാം. സഹോദരനാ? എന്നെ ഒരു ബ്രദറായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതെ. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാരും അവർക്ക് ബ്രദേഴ്സിനെ പോലെ. അല്ല, ഇതാര്? മിൽമയോ? മിൽമയോ? ആ. എനിക്ക് നല്ലൊരു പേരുണ്ട്, കനകം. പറ്റുമെങ്കിൽ അത് വിളിച്ചാ മതി. അതിന് കനകം എന്തിനാ ഹീറ്റ് ആവുന്നത്? കനകം മിൽക്ക് എന്ന് വെച്ചാൽ പാല്, മിൽമ എന്ന് വെച്ചാൽ പാല് തരുന്ന സ്ഥാപനം. അപ്പോൾ പാല് കൊണ്ടുവരുന്ന ആളിനെ മിൽമ എന്ന് പറയുന്നതിൽ എന്താണ് ഒരു തെറ്റ്? അയ്യടാ, നല്ല കണ്ടുപിടുത്തം. ആ ഗുരുജി ഉള്ളതുകൊണ്ട് മുട്ടയും പാലൊക്കെ വെട്ടി വിഴുങ്ങാമല്ലോ. കനകം പോവുകയാണോ? എന്താ?
ദേ അത് വെട്ടിത്തിളയ്ക്കുന്നു കാപ്പിപ്പിടിയിട്ട് ഇറക്കാൻ നോക്ക്. ഇറക്കാം. ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ചൂടുവെള്ളം പോലെ ഹീറ്റാണ് എന്റെ ഹൃദയം. എന്താടാ വലിഞ്ഞു മുറുന്നു? നത്തിങ്. സഹോദരി, എന്നോട് അടുക്കുമ്പോൾ ഇവനോട് അടുക്കണ്ട. ഈ കാണുന്നത് ഒരു വികാര ജീവിയാണ്. പെൺകുട്ടികളെ കണ്ടാൽ ആ നിമിഷം തന്നെ ഇവൻ പ്രേമ പരവശനാണ്. അത് ഈ വിര പോലെ ഇരിക്കുന്ന പൊന്നു സഹോദരന്റെ ബോഡി കണ്ട അറിഞ്ഞൂടെ? സ്വന്തം ബോഡിയെ കുറിച്ച് എനിക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ അല്ലേ? ചായ എടുത്ത മുഴുവൻ പൊട്ടിച്ചടിച്ചടാ തൊട്ടി. ഒന്നോ രണ്ടോ മാസത്തെ പൈസയില്ല, 6 മാസത്തെ പൈസ തരാനുണ്ട്. ഞാൻ അവന്മാരോട് വാങ്ങിക്കാൻ പറ്റുമോ നോക്കട്ടെ. നീ വെക്കോ. ആരാ കിടന്ന് തല്ലി പൊളിക്കുന്നേ? ഉസ്മാനെ പോയി നോക്ക്. എന്താണോ പേടിപ്പിക്കുന്നു? ചേട്ടനായിരുന്ന എന്ത് രാവിലെ പോയി പണം കൊടുത്തോണ്ടോ? ഏത് പണം? പേപ്പറിന്റെ. ഓ, അത് തന്നില്ലായിരുന്ന? ഒരു മിനിറ്റ്, ഇപ്പൊ എടുത്തു. വിനോദേ, കനകമല്ലടാ, പിന്നെ നിന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് ഇന്ത്യ കാണണമെന്ന് പറഞ്ഞു. ചെല്ല്. ദൈവമേ, ഇവനും ഫ്രണ്ടാ. 1 മാസത്തിൽ കൂടുതൽ കുടിശ്ശിടാൻ ആരെയും സമ്മതിക്കാറില്ല. താ പോട്ടെ. തരാൻ വല്ലതും വേണ്ടേ? അപ്പൊ താൻ രൂപയും കൊണ്ടുവന്നതല്ലേ? രൂപേ? ഓ, പത്രത്തിന്റെ രൂപ എത്ര? 387. 387. ഞാൻ ഇപ്പൊ വേഗം വേണം. ഇവിടെ തന്നെ കാണണം. ഒളിച്ചിരിക്കുക. എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. കനകം. ഡോ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ചേട്ടൻ പോയിക്കോ. എന്റെ കാശ് എവിടെ? ഓ, കാശ അവന്മാര് തന്നില്ലല്ലേ? യവന്മാരുടെ ഒരു കാര്യം. ഓടെ ഇവിടെ. ഇനി താൻ പോയിട്ട് വേറെ ആളിനെ വിടാൻ. ഇന്നെന്റെ പൈസ തന്നില്ലെങ്കിൽ എല്ലാവരും വിവരം അറിയും. ഇനി എന്തോന്നറിയായി?